ഇനി അടുത്ത് നമുക്ക് എങ്ങനെ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ഡയറി എടുക്കുന്നു. ഏത് വർക്ക് ഡയറിക്ക് എതിരാണോ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ആ വർക്ക് ഡയറി ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഇൻവോയ്സസ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇൻവോയ്സ് പേജ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു പുതിയ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ നേരെ ഇൻവോയ്സ് ആയിട്ട് ഇവിടെ എടുക്കാം. അതിന് മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇൻവോയ്സ് എന്നുള്ള ന്യൂ ഇൻവോയ്സ്, ഒരു പുതിയതായി ഇൻവോയ്സ് അടിക്കുന്ന ഓപ്ഷൻ കാണിക്കാം. ന്യൂ ഇൻവോയ്സ് എടുക്കുന്നു, ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഈ ഇൻവോയ്സിൽ എന്തൊക്കെയാണോ പ്രൊഡക്റ്റ് ഉള്ളത് നമ്മൾ മറ്റുള്ളതിലൊക്കെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ ആഡ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ പ്രൊഡക്ട്സിൽ വന്നിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ മെഷർമെൻറ്റ് കൊടുക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ ആഡ് ചെയ്തിടാം. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം, ടാക്സ് കൊടുക്കാം. കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു അഡീഷണൽ ഓപ്ഷൻ വരുന്നുണ്ട്. അത് പെയ്ഡ്. ഇത് പെയ്ഡ് ചെയ്തിക്കണോ ഇല്ല. ഇപ്പോൾ ഉദാഹരണമായി ഒരു 600 രൂപേൻ്റെ ബില്ല് 200 ഞാൻ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ എന്ന് കാണിക്കുന്നു. ആ സമയത്ത് 400 ബാലൻസ് ആകുന്നു. ഇനി ഇത് ക്യാഷ് ആയിട്ടാണോ കാർഡായിട്ടാണോ നമുക്ക് ആ പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ട് നമ്മുടെ ഇൻവോയ്സ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ഇൻവോയ്സ് ഇവിടെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ 600 രൂപേൻ്റെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു. അതിൽ 200 പെയ്ഡ്, ബാലൻസ് 400 വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് PDF ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ PDF ഈ ഇൻവോയ്സിൻ്റെ PDF ഡൗൺലോഡായിട്ട് വരും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഷെയറും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഇൻവോയ്സ് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. കൺഫേം കൊടുത്താൽ നമുക്ക് അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കൊട്ടേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അത് നമുക്കിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നാൽ നമുക്ക് നേരത്തെ നമ്മൾ ന്യൂ ഇൻവോയ്സ് ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ നമ്മൾ കൊട്ടേഷൻ സെലക്ട് ചെയ്യുന്നു. കൊട്ടേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൊട്ടേഷൻ എന്ന് പറയുന്നൊരു ബോക്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കൊട്ടേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്നിട്ട് ഈ QID 201 എന്ന് പറയുന്നൊരു കൊട്ടേഷൻ സെലക്ട് ചെയ്യുകയാണ്. ആ കൊട്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കൊട്ടേഷനിൽ അടിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് ഫെച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഇവിടുന്ന് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് വരുത്തിയിട്ട് ഈസിയായി നമുക്ക് ഇവിടെ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഓൾറെഡി ഒരു കൊട്ടേഷൻ പേജിൽ നിന്നും നമുക്ക് ഇൻവോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ കൊട്ടേഷൻസിൻ്റെ പേജിൽ പോയി വർക്ക് ഡയറി എടുത്തു. അതിൻ്റെ കൊട്ടേഷൻ പേജിൽ പോയാൽ ഏത് കൊട്ടേഷനാണോ ആ കൊട്ടേഷൻ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു ഇൻവോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ്ലി ആ ഒരു കൊട്ടേഷൻ നമുക്ക് ഇൻവോയ്സിലോട്ട് കൺവേർട്ടായി വരുന്ന ഒരു ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് നേരെ ജനറേറ്റ് ക്ലിക്ക് ചെയ്താൽ അതും ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ആവുന്നതാണ്.